പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വീണ്ടും ഒരു സ്വാതന്ത്ര്യ ദിനത്തിനു കൂടി നമ്മൾ സാക്ഷികളാവുകയാണ്. ഒരിക്കലും നമ്മുടെ സ്വാതന്ത്ര്യ ദിനം അതുമായി അനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ, ആഘോഷങ്ങൾ ഒരു യാന്ത്രികമായ അവസ്ഥയിൽ കടന്നു പോകാൻ പാടില്ല. ഈ ഘട്ടം നമുക്ക് ചിന്തിക്കാൻ കൂടിയുള്ളതാകണം. പൊതുവെ സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ സംഭവിക്കാറുള്ള ഒരു കാര്യം, ചില ആളുകൾ വളരെ വലിയ രീതിയിൽ നമ്മുടെ രാജ്യത്തെ പുകഴ്ത്തിക്കൊണ്ട് എല്ലാം തികഞ്ഞ ഒരു രാജ്യമായി നമ്മൾ അവതരിപ്പിക്കുകയും ഇനി ഒരു കുറവുകളുമില്ല എന്ന രൂപത്തിലുള്ള സംസാരത്തിലേക്ക് പലപ്പോഴും കടക്കാറുണ്ട്. അത് ശരിയല്ല. വേറെ ചിലർ ചെയ്യാറുള്ളത്, രാജ്യം വളരെ നിരാശയിലാണ്, രാജ്യം കൈവിട്ടു പോയി, അങ്ങനെ രാജ്യത്തൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്നൊരു നിർവികാരമായൊരു സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ട് ഒരു രാജ്യത്തോടും ജനങ്ങളോടും പരിസരത്തോടുമെല്ലാം ഒരു പ്രതിഷേധത്തിൻ്റെ മനസ്സുണ്ടാക്കിക്കൊണ്ട് അങ്ങനെ കടന്നു പോകുന്ന നരേറ്റീവുകളും സ്വാതന്ത്ര്യദിന സന്ദേശങ്ങളിൽ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഇത് രണ്ടുമല്ല യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യൻ പൗരന് വേണ്ടത്. മറിച്ച് അതിൻ്റെ വസ്തുനിഷ്ഠമായ ഒരു അവലോകനമായിരിക്കണം, ആലോചനയായിരിക്കണം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി രാജ്യമൊട്ടുക്കും നടക്കേണ്ടത്. അഥവാ നമ്മുടെ രാജ്യത്തിൽ അഭിമാനിക്കാനുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സാമ്പത്തിക രംഗത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടെങ്കിലും ലോകത്തെ 4ാമത്തെ ശക്തിയായി ഇന്ത്യ വളർന്നു എന്നത് ഇപ്പോഴുള്ള ഒരു പോസിറ്റീവായ കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ISRO അതിൻ്റെ ബഹിരാകാശ മേഖലയിൽ ഒരുപാട് സംഭാവനകൾ, ശ്രദ്ധേയമായ സംഭാവനകൾ ചെയ്ത ഒരു ഘട്ടമാണ് നമ്മുടേത്. നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ വിഴിഞ്ഞം പോർട്ട് അത് ആഗോള കടൽപാതയിലെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി മാറിയിരിക്കുന്നു. നമ്മുടെ തൊഴിൽ സാധ്യതകളും മറ്റ് വ്യാവസായികമായ കാര്യങ്ങളുമൊക്കെ ആ ഒരു ആക്സിലറേഷൻ ലഭിച്ചിരിക്കുന്ന ഒരു അനുകൂല സാഹചര്യമുണ്ട്. ഇങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ കുറേ അധികം നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നു, സംസ്ഥാനത്ത് സംഭവിക്കുന്നു. അത് എന്തെല്ലാം ബാലാരിഷ്ടതകളുണ്ടെങ്കിലും നമ്മുടെ രാജ്യം മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. കാരണം സ്വാതന്ത്ര്യം ലഭിച്ച് ഏകദേശം 80 വർഷം പിന്നിടുമ്പോഴും ഈ രാജ്യം ഭദ്രമായി മുന്നോട്ട് പോകുന്നു എന്നത് ചെറിയൊരു കാര്യമല്ല. അയൽ രാജ്യങ്ങളിലേക്കൊക്കെ നമ്മൾ നോക്കിയാൽ ആഭ്യന്തരമായ ശൈഥില്യം കൊണ്ട് വീർപ്പുമുട്ടുന്ന ഒരു സാഹചര്യം അവിടങ്ങളിലെല്ലാം ഉണ്ട്. അതില്ലാതെ നമ്മുടെ രാജ്യം ഇപ്പോഴും ഒരു രാജ്യമായി ഒരു ഭരണഘടനയ്ക്ക് കീഴിൽ മാറി മാറി വരുന്ന സർക്കാരുകളെ പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് ജനാധിപത്യ സംവിധാനത്തിൽ ഊന്നി നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നത് ഒരു ചെറിയ കാര്യമല്ല. ആ നിലക്ക് നമ്മൾ അഭിമാനം കൊള്ളേണ്ട ഘട്ടം തന്നെയാണ്. അതോടൊപ്പം നമ്മൾ ചില തിരിച്ചറിവുകളും നമുക്ക് ആവശ്യമുണ്ട്. അതുകൂടി നമ്മൾ ചേർത്ത് വെക്കുമ്പോഴാണ് ഒരു ഉൾക്കാഴ്ചയുള്ള പൗരനാകുന്നത്, ദീർഘവീക്ഷണമുള്ള ഒരു രാജ്യത്തെ നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, പുരോഗതികളെല്ലാം ഒരു ഭാഗത്തുണ്ടാകുമ്പോഴും നമ്മുടെ രാജ്യത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരു മറുവശം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഇതെല്ലാം, ഈ വികസനങ്ങളെല്ലാം മനുഷ്യർക്ക് വേണ്ടിയാണ്, നമ്മുടെ പൗരന്മാർക്ക് വേണ്ടിയാണ്. പക്ഷേ ഈ പൗരന്മാരുടെ സ്വസ്ഥതയും സമാധാനവും കെടുത്തിക്കളയുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം നമ്മുടെ രാജ്യത്ത് അതിവേഗം പടർന്ന് കത്തിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം കൂടി ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നാം അടിസ്ഥാനപരമായി തന്നെ തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അഥവാ നമ്മുടെ പ്രതീക്ഷകൾ മാത്രമല്ല, നമ്മുടെ ആശങ്കകൾ കൂടി നമ്മൾ കണ്ടുപോവുകയും അത് അപഗ്രഥിക്കുകയും അതിന് പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മുമ്പ് ബ്രിട്ടീഷുകാരാണ് നമ്മെ ഭരിച്ചത്. അവരിൽ നിന്നാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയത്. അന്നത്തെ കോളനിവൽക്കരണത്തിൻ്റെ രീതി എന്തായിരുന്നു? അത് രാജ്യാതിർത്തികൾ കടന്നു വന്നുകൊണ്ട് നമ്മളെ വെട്ടിപ്പിടിച്ചുകൊണ്ട് അവർ അടക്കി ഭരിക്കുകയായിരുന്നു. അഥവാ അവരുടെ ശാരീരികമായ സാന്നിധ്യം തന്നെ ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്നു എന്നതാണ് അന്നത്തെ പ്രത്യേകത. അവരെ നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിക്കപ്പുറത്തേക്ക് ആക്കിയതോടുകൂടി അവരിൽ നിന്ന് നമ്മൾ മോചിതരായി. പക്ഷേ ഇപ്പോൾ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് അങ്ങനെയല്ല. മറിച്ച് ഏതൊരു രാജ്യത്തിരുന്നു കൊണ്ടും മറ്റു രാജ്യങ്ങളെ സാംസ്കാരികമായ അധിനിവേശത്തിലൂടെ അടിയറവ് ഒപ്പിക്കാൻ കഴിയുന്ന ഒരു സാമൂഹിക ക്രമം, ഒരു ലോകക്രമത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അഥവാ അതിരുകൾ കടന്നുകൊണ്ട് ശാരീരികമായി, ഫിസിക്കലായി ആർക്കും വരേണ്ടതില്ല. ഓരോരുത്തരും അവരവർ ഇരിക്കുന്ന റൂമിലിരുന്ന്, സ്ഥാപനത്തിലിരുന്ന്, രാജ്യത്തിരുന്ന് മറ്റു രാജ്യങ്ങളെയും മറ്റു സമൂഹങ്ങളെയും മറ്റു കുടുംബങ്ങളെയും മറ്റു വ്യക്തികളെയും സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു സന്ദർഭമുണ്ട്, ഒരു സാഹചര്യമുണ്ട് എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, ഏതാനും നാളുകൾക്ക് മുമ്പ് കൊറിയയിലേക്ക് നമ്മുടെ കുറേ പെൺകുട്ടികളടക്കം,
അഥവാ +2, +1 ക്ലാസ്സുകളിൽ പഠിക്കുന്ന പെൺകുട്ടികളടക്കം ഫ്ലൈറ്റ് കയറി പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അഥവാ അവർ അറിയാതെയോ അറിഞ്ഞോ കൊറിയയിലേക്ക് എത്തണമെന്നൊരു തോന്നൽ അവിടെയുള്ള മ്യൂസിക് ബാൻഡിന് അടിമയായിക്കൊണ്ടാണ് അവരങ്ങോട്ട് ആകർഷിക്കപ്പെട്ടത്. നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ധാരാളം ആളുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് പഠനാവശ്യാർത്ഥം പോകുന്നു, ജോലി ആവശ്യാർത്ഥം പോകുന്നു. പിന്നീട് അവർ തിരിച്ചു വരാതെ അവിടെ തന്നെ സെറ്റിൽമെൻ്റ് ആകുന്ന അവസ്ഥയുണ്ടാകുന്നു. ഞാൻ പറയുന്നത് ഇതെല്ലാം സംഭവിക്കുന്നത് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ, തൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ സാംസ്കാരികമായ ഒരു അധിനിവേശത്തിന് നമ്മളെല്ലാവരും കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതാണ് ഈ പുതിയ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യം നമ്മൾ ലഭിച്ചിട്ടുണ്ട് എങ്കിലും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമുക്ക് സ്വതന്ത്രരാകാൻ കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യത്തെ നാം തിരിച്ചറിയണം. അഥവാ നമ്മുടെ ചിന്തകൾ നമ്മൾ പോലും അറിയാതെ അതിനെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. അത് കീഴടക്കുന്ന പ്രധാനപ്പെട്ട സാധനങ്ങൾ എന്താ? ഒന്ന്, മെറ്റയുടെ കീഴിലുള്ള അതിൻ്റെ വിവിധങ്ങളായ പ്ലാറ്റ്ഫോമുകൾ, അതിലൂടെയുള്ള അൽഗോരിതങ്ങൾ. ആ അൽഗോരിതം സെറ്റ് ചെയ്തതിന് അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ലോകത്തെ കാണുന്നത്, ലോകവീക്ഷണമുണ്ടാക്കുന്നത്, സമൂഹം എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ആ ഒരു അൽഗോരിതം വെച്ചുകൊണ്ടാണ്. നമ്മൾ എന്താണോ സെർച്ച് ചെയ്യുന്നത് ആ ബബിളിൽ നമ്മൾ കുടുങ്ങുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുകയാണെന്ത്, എല്ലാവരും ഇതാണ് കാണുന്നത്, എല്ലാവരും ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, എല്ലാ നാട്ടിലും ഇങ്ങനെയാണ് നടക്കുന്നത്. അഥവാ ഞാനൊരു ലോകം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോകം തന്നെയാണ് എല്ലാവരും അനുഭവിക്കുന്നത് എന്നൊരു അവസ്ഥയാണ്. അതെന്നാൽ എല്ലാവരും സമാന്തര ലോകത്തു കൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സമാന്തര ലോകത്ത് നിന്നൊരു സ്വാതന്ത്ര്യം പലർക്കും ലഭിക്കുന്നില്ല എന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു ക്രൈസിസ് എന്ന് പറയുന്നത്. ഇത് ആരോട് നമ്മൾ സമരം ചെയ്യും? നേരത്തെ ബ്രിട്ടീഷുകാർ എന്ന് പറയുന്ന ഒരു ശത്രു വിഭാഗം തന്നെ നമുക്കുണ്ടായിരുന്നു. അവരെ കണ്ണുകൊണ്ട് നമുക്ക് കാണാമായിരുന്നു. എന്നാൽ ഇന്ന് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഏതോ ഒരു അദൃശ്യ ശക്തികൾ എന്ന് പറയാവുന്ന രീതിയിൽ നമ്മുടെ ചിന്തകളെയും നമ്മുടെ മനോഭാവങ്ങളെയും അടക്കി ഭരിക്കുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യം കവർന്നെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ എന്ത് ധരിക്കണം, എന്ത് ഭക്ഷിക്കണം, ഏത് രാഷ്ട്രീയം പറയണം, ഏത് വാക്കുകൾ ഉപയോഗിക്കണം എന്നെല്ലാം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകത്ത് നമ്മളറിയാതെ നമ്മളെക്കൊണ്ട് പലതും ചിന്തിപ്പിക്കുകയും പറഞ്ഞിപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അഥവാ നമ്മുടെ സ്വാതന്ത്ര്യം നമ്മളിൽ നിന്ന് കവർന്നെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരു ബഹുസ്വര രാജ്യമാണിത്. എന്നാൽ ഈ ബഹുസ്വര രാജ്യത്തിൻ്റെ സ്വഭാവത്തെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ ഇന്ത്യയുടെ മധ്യകാല ഇന്ത്യയിലെ ആ ഒരു ചരിത്ര സംഭവങ്ങളെ മൊത്തം നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് നിഷ്കാസനം ചെയ്തുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ബഹുസ്വര രാജ്യമല്ല. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം എന്ന ആ ഒരു സിദ്ധാന്തം ഇല്ലായ്മ ചെയ്യുവാൻ, വൈറ്റ് വാഷ് ചെയ്ത് ഒഴിവാക്കുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ, ഗാന്ധിജിയെ ഇകഴ്ത്തുന്ന അവസ്ഥകൾ, നെഹ്റുവിനെ ഇകഴ്ത്തുന്ന അവസ്ഥകൾ, അതുപോലെ ആദ്യകാല നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സേവനങ്ങൾ കുറച്ച് കാണിക്കുകയും ആ ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിന്നിരുന്ന പല ആളുകളെയും മഹത്വവൽക്കരിക്കുകയും ചെയ്തുകൊണ്ട് രാജ്യത്തിൻ്റെ ഘടന തന്നെ നമ്മുടെ പുതിയ തലമുറക്ക് മുമ്പിൽ മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പല സിലബസുകളിലൂടെയും പഠിച്ചു പോയ, കേന്ദ്ര സർക്കാർ പ്രൊമോട്ട് ചെയ്യുന്ന പല സിലബസുകളിലൂടെയും കടന്നുപോയ കുട്ടികൾ ഇപ്പോൾ തന്നെ ചിന്തിച്ചു തുടങ്ങുന്നു, ഗാന്ധിജി വിമർശിക്കപ്പെടേണ്ടയാളാണ്, നെഹ്റു വിമർശിക്കപ്പെടേണ്ട ആളാണ്. ഞാൻ അവരെ വിമർശിക്കപ്പെടാൻ പാടില്ല എന്നല്ല പറയുന്നത്, മറിച്ച് അവർ എന്തോ രാജ്യത്ത് ഒരു തെറ്റായ കാര്യങ്ങൾ ചെയ്ത ആളുകളാണ് എന്നൊരു നെറേറ്റീവിലേക്ക് പുതിയ തലമുറയെ കൊണ്ടുവരുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സാഹചര്യം ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്യേണ്ടത്. അതുകൂടി വരുന്നതോടുകൂടി ഈ കൺകറൻ്റ് ലിസ്റ്റിൽ നിന്നും വിദ്യാഭ്യാസത്തെ യൂണിയൻ ലിസ്റ്റിലേക്ക് നമ്മൾ തീരെഴുതി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അഥവാ നമ്മൾ വീണ്ടും പാരതന്ത്ര്യത്തിൻ്റെ ആ നുകം നമ്മുടെ കഴുത്തിൽ വരുന്നു എന്നതാണ് നാം തിരിച്ചറിയേണ്ടത്. മുമ്പ് വിദേശികളായിരുന്നു നമ്മൾ അടക്കി ഭരിച്ചിരുന്നതെങ്കിൽ ഇന്ന് സ്വദേശികളിൽ നിന്ന് തന്നെ ഒരു വിഭാഗം ഇന്ത്യയിലെ മറ്റു പല വിഭാഗങ്ങളെയും അടക്കി ഭരിക്കുന്ന, അവർക്ക് ജനാധിപത്യ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. മതസ്വാതന്ത്ര്യം ഇന്ന് വലിയ ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ആഗോള ഹ്യൂമൻ ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യ 109-ാം സ്ഥാനത്താണ് നിലകൊള്ളുന്നത്. മതത്തിൻ്റെ പേരിൽ, വിവിധ ആശയങ്ങൾ സ്വീകരിക്കുന്നതിൻ്റെ പേരിൽ വലിയ പ്രയാസങ്ങളാണ് ഇന്നിവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വിചാരണ തടങ്കലിൽ 75% ആളുകൾ, അഥവാ നമ്മുടെ മൊത്തം തടവുകാരുടെ 75% ആളുകൾ വിചാരണ തടവിൽ കഴിയുന്നവരാണെന്ന് പറയുമ്പോൾ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ നമ്മൾ എത്രത്തോളം അഴിച്ചുപണികൾ ചെയ്യേണ്ടിയിരിക്കുന്നുവെന്നത് ഈ സ്വാതന്ത്ര്യദിനത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.
അതോടൊപ്പം തന്നെ രാജ്യം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ മറപ്പിച്ചുകൊണ്ട് കേവലം വൈകാരികമായ, വർഗീയമായ, വിഭാഗീയമായ ആശയങ്ങൾ, അജണ്ടകൾ മുന്നിലേക്ക് എറിഞ്ഞുകൊടുത്തുകൊണ്ട് അടിസ്ഥാനപരമായ വിഷയത്തിൽ നിന്ന് നമ്മുടെ പുതിയ തലമുറയുടെ ശ്രദ്ധ തെറ്റിച്ച് കളയാനുള്ള പ്രത്യേകമായ ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 83% യുവാക്കൾ ഇന്ന് ഇന്ത്യ രാജ്യത്ത് തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന അവസ്ഥയുണ്ട്. 40% സമ്പത്തും കൈവശം വച്ചിരിക്കുന്നത് രാജ്യത്തെ 1% വരുന്ന ശതകോടീശ്വരന്മാരിലാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലൻസ് എവിടെയാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പണപ്പെരുപ്പവും വിലക്കയറ്റവും ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരു സന്തോഷ വാർത്തയുള്ളത്, നമ്മുടെ പുതിയ തലമുറ ഈ പ്രശ്നത്തെ മനസ്സിലാക്കി കഴിഞ്ഞു എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ജന്തർ മന്ദറിൽ കണ്ട ആ ഒരു സമരമുറ. ആ സമരം അവസാനം ഒരു കേന്ദ്രമന്ത്രിയുടെ രാജിയിലേക്ക് വരെ എത്തിക്കുവാനുള്ള സമ്മർദ്ദം അവർക്ക് ചെലുത്താൻ കഴിഞ്ഞു എന്ന് പറയുന്നത് അവർ വിഷയത്തിൻ്റെ മർമ്മം മനസ്സിലാക്കി എന്നത് തന്നെയാണ്. അഥവാ നമ്മുടെ രാജ്യം വിഭാഗീയതയും വിദ്വേഷവും പറഞ്ഞുകൊണ്ട് അടിസ്ഥാനപരമായ നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾ, നമ്മുടെ തൊഴിൽ അവകാശങ്ങൾ, നമ്മുടെ പട്ടിണിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇങ്ങനെ തുടങ്ങിയ, അതുപോലെ തന്നെ റോഡും വികസനവുമില്ലാത്ത, കരണ്ടില്ലാത്ത, വളരെ പ്രയാസപ്പെടുന്ന ഇന്ത്യയിലെ എത്രയോ തെരുവുകൾ, എത്രയോ ഉൾനാടുകൾ, ഇവിടങ്ങളിലേക്കൊന്നും വികസനം എത്തിയിട്ടില്ല. ഇതിലേക്കൊന്നും ചർച്ച പോകാതിരിക്കാൻ ഇവിടെ മതങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുന്ന അജണ്ടകൾ മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്തുകൊണ്ട് അതിൻ്റെ പിന്നിൽ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു ഭരണകൂടം ഉണ്ടായിരിക്കുന്നു എന്ന തിരിച്ചറിവ് പുതിയ ജനറേഷന് ഉണ്ടായി എന്നതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ പ്രതിഷേധങ്ങൾ. ഇതൊരു ശുഭസൂചകമാണ്. അതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യമെന്ന് പറയുന്നത് എല്ലാവരും ഒന്നിച്ച് നേടിയതാണ്. അത് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് അനുഭവിക്കണം. നമുക്ക് ഏകോദര സഹോദരങ്ങളായി അടുത്തടുത്ത അയൽവാസികൾ ഒന്നിച്ച് അവനവൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ പരസ്പരം സഹകരിച്ചുകൊണ്ട് ഇവിടെ വിഭാഗീയതയില്ലാതെ, വർഗീയതയില്ലാതെ സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അങ്ങനെയുള്ളൊരു ഇന്ത്യയെ തിരിച്ചു പിടിക്കാൻ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. ജയ് ഹിന്ദ്.